ചിക്കൻ പോക്സ് വ്യാപനം കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന മാസമാണ് മാർച്ച് മാസം. നവംബർ ഡിസംബറോടുകൂടി തുടങ്ങി ഫെബ്രുവരി മാർച്ചോടുകൂടി അതിന്റെ വർധനവ് വളരെയധികം കാണപ്പെടുന്നു. ചിക്കൻ പോക്സ് വ്യാപിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഈ രോഗം വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഹെർപ്പസ് ഗ്രൂപ്പിൽപ്പെടുന്ന വാരിസെല്ല സോസ്റ്റർ വൈറസ് പകർത്തുന്ന ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ ഡിസീസാണ് ചിക്കൻ പോക്സ്. ഇത് വളരെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നു. ദ്രവം നിറഞ്ഞ കുമിളകളാണ് ചിക്കൻ പോക്സിന്റെ പ്രധാന ലക്ഷണം. രോഗബാധിതന്റെ നെഞ്ച്, പുറം, മുഖം എന്നീ ഭാഗങ്ങളിലാണ് ആദ്യം ഈ കുമിളകൾ കാണപ്പെടുക. പിന്നീട് മറ്റ് ശരീരഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കും. തൊണ്ട, കണ്ണ്, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ബ്ലിസ്റ്റേഴ്സ് വരാം. ചൊറിച്ചിൽ, അസ്വസ്ഥത, 2 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പനി എന്നിവ രോഗം ബാധിച്ചവരിൽ ഉണ്ടാകാം. ഒരു വ്യക്തിയിൽ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ 10 മുതൽ 21 ദിവസത്തിനുള്ളിലാണ് ശരീരത്തിൽ ദ്രാവകം നിറഞ്ഞ കുമിളകൾ അഥവാ ബ്ലിസ്റ്റേഴ്സ് കാണപ്പെടുന്നത്. ഈ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് പനി, വിശപ്പില്ലായ്മ, തലവേദന, ക്ഷീണം, അസ്വസ്ഥത എന്നിവയുണ്ടാകാം. ശരീരത്തിലുണ്ടാകുന്ന കുമിളകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊട്ടിപ്പോകും. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കൂടി വേണം അത് കരിയാനായിട്ട്. രോഗബാധിതന്റെ ശരീരത്തിൽ ഒരേ സമയം പുതിയ കുമിളകൾ ഉണ്ടാവുകയും ചിലത് പൊട്ടിപ്പോവുകയും ചില മുറിവുകൾ കരിയുകയും ചെയ്യും. പൊട്ടിയ കുമിളകൾ ഉണങ്ങാൻ ഏകദേശം ഒരാഴ്ചയെടുക്കും. ചിക്കൻ പോക്സ് ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ 500 കുമിളകൾ വരെ ഉണ്ടാകാം. ശ്വസനം, സ്പർശനം എന്നിവയിലൂടെയാണ് രോഗം പകരുന്നത്. രോഗബാധിതൻ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായുവിലൂടെ രോഗാണു പടരുന്നു. ചിക്കൻ പോക്സ് മൂലമുണ്ടാകുന്ന ദ്രാവകം നിറഞ്ഞ കുമിളകൾ അഥവാ ബ്ലിസ്റ്റേഴ്സിൽ സ്പർശിക്കുന്നതിലൂടെയും ശ്വസിക്കുന്നതിലൂടെയും വൈറസ് പടരാം. അതുകൊണ്ട് തന്നെ ചിക്കൻ പോക്സ് ബാധിച്ച ഒരാളുമായി സമ്പർക്കമുണ്ടായാൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വരാത്തവരും ചിക്കൻ പോക്സ് വാക്സിൻ എടുക്കാത്തവരുമായ 90% ആളുകൾക്കും രോഗം വരാൻ സാധ്യതയുണ്ട്. രോഗം ബാധിച്ച ശരീരത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ ആ കുമിളകൾ പൊട്ടി അതിന് ആവരണമാകും വരെ രോഗിയിൽ നിന്ന് രോഗം പടരാം. 24 മണിക്കൂറിനുള്ളിൽ പുതിയ കുമിളകൾ ഒന്നും പ്രത്യക്ഷപ്പെടാതാകും വരെ ഇത്തരത്തിൽ രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. രോഗം ബാധിച്ചാൽ ശരീരത്തിൽ ധാരാളം ജലാംശം ഉറപ്പാക്കണം. മുമ്പ് ചിക്കൻ പോക്സ് ബാധിതർ ഉപ്പ് കഴിക്കരുതെന്ന് പറയുമായിരുന്നു. എന്നാൽ ഉപ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ പോക്സ് പ്രതിരോധ വാക്സിൻ എടുത്തവർക്കും രോഗം വരാം. എന്നാൽ ഇവരിൽ നേരിയ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. ചില ആളുകളിൽ ചിക്കൻ പോക്സ് സങ്കീർണമായ അവസ്ഥകൾക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് ഗർഭിണികളിൽ. ഇവരിൽ ചിക്കൻ പോക്സ് ന്യൂമോണിയയ്ക്ക് കാരണമാകാം. ശിശുക്കൾ, കൗമാരക്കാർ, പ്രായമായവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർക്കും ചിക്കൻ പോക്സ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. രോഗം ബാധിച്ചു എന്ന് സംശയം തോന്നിയാൽ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും വേണം. ഒരിക്കൽ ചിക്കൻ പോക്സ് ഉണ്ടായാൽ ജീവിതകാലം മുഴുവൻ പ്രതിരോധമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 1-ലധികം തവണ ചിക്കൻ പോക്സ് ഉണ്ടാവുന്നത് അപൂർവമാണ്. 1-ലധികം തവണ ചിക്കൻ പോക്സ് വരാനുള്ള സാധ്യത രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണുള്ളത്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്നവരുടെ ശരീരത്തിൽ ഈ വൈറസ് നിശബ്ദമായി തുടരും. പിന്നീട് എപ്പോഴെങ്കിലും വൈറസ് സജീവമാകുമ്പോൾ അവർക്ക് ഷിംഗിൾസ് എന്ന രോഗം വരുന്നു.